നാരായണകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു നമ്പൂതിരിമാരുടെ ഇതായിരുന്നു. പിന്നെ അവരൊക്കെ ജയിലൊക്കെ നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ ദേവസ്വത്തിന് അന്ന് ചെമ്പോലയിലാണ്, ചെമ്പോലയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലവും അമ്പലവും എല്ലാം കൂടി. എന്നാൽ ചെമ്പോലയൊക്കെ ഇപ്പോഴും ഗുരുവായൂർദാസിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര ഇതായിട്ടുള്ള നാരായണത്തെ ഭ്രാന്തനാണ് ശരിക്കും ഇവിടെ പ്രതിഷ്ഠ നടത്തിക്കണേ. അതൊരു പ്രത്യേകത ഉണ്ടായിന്. അതാണ് ആ ബിംബത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇവിടുത്തെ ബിംബം മാതിരി കൊടുങ്ങല്ലൂരുള്ളൂ. പിന്നെ കൊടുങ്ങല്ലൂർ ഇതേമാതിരിയുള്ള ബിംബം എന്നാണ് പറഞ്ഞത്. ഞാൻ അകത്ത് പുറത്തുനിന്ന് കണ്ടിട്ടുള്ളൂ കൊടുങ്ങല്ലൂർ. ഏതാണ്ട് എന്നാലും അങ്ങനെ ബലിക്കല്ലിൻ്റെ ഒരു രൂപമാണ് ആ ബിംബത്തിന്. ഇപ്പം ഇത്ര വലിയ സുരേഷ് ഗോപി ഇപ്പോൾ 10-36 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ടാണ് ഇപ്പോൾ അമ്പലം പണിത്. അപ്പോഴും ബിംബം മാറാൻ പാടില്ല. ബിംബം മാറേണ്ടതാണ്. ഈ അഷ്ടമംഗല പ്രശ്നമൊക്കെ വെച്ചപ്പോഴും ബിംബം മാറേണ്ട ആവശ്യമില്ല ഇവിടെ. അത് മാറാൻ പാടില്ല. അതാണ് ആ ബിംബം മാറിയില്ല. എപ്പോഴും അതേ ബിംബമാണ്. അതെല്ലാം ബിംബം മറിഞ്ഞിട്ട് ഒന്നും പാടില്ല. ഇപ്പോൾ ഗോളകയൊക്കെ ഞങ്ങൾ 2 പ്രാവശ്യം ഉണ്ടാക്കി വെച്ചൊക്കെ പിന്നിലാണ്. അലങ്കാര ഗോളകയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മുന്നിൽ വയ്ക്കാൻ പാടില്ല ഗോളക. പക്ഷേ ഈ ബിംബം മറിഞ്ഞിട്ടുള്ള ഒരു കളി തന്നെ അവിടെ ഇല്ല. അത് വിട്ടുകല്ല് അല്ല, ഇതുമാതിരിയാണ്, ബലിക്കല്ല് മാതിരിയാണ് അത് മേലേക്കാവ്. പിന്നെ അതിൻ്റെ നേരെ താഴത്താണ് ഈ ഗുരുതിത്തറ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു ഇതേമാതിരി തന്നെ ഒരു ഇതാണ്, ബലിക്കല്ല് മാതിരി തന്നെയാണ്. അതിലാണ് ഗുരുതിത്തറ. ഈ ഗുരുതി ഒക്കെ കൂട്ടി നമ്മൾ തർപ്പിച്ച് എല്ലാ ഭാഗത്തും ശരിയാക്കി നേതിച്ച് അവിടെ കൊണ്ടുവച്ചാൽ വെളിച്ചപ്പാട് തർപ്പിക്കണമൊക്കെ. പിന്നെ താഴത്തേക്കാവ് അവിടെ കുറച്ചുകൂടി പോകണം, ഒരു 100 മീറ്റർ അവിടെ അല്ലേ ഉള്ളൂ താഴത്തേക്കാവ്. അവിടെയാണ് ഉഗ്രമൂർത്തി. അവിടെ നമ്മുടെ ബ്രാഹ്മണരല്ല ശാന്തിയൊന്നും. അവരുടെ പണ്ട് പ്രയന്മാരായിരുന്നു പറയാവർഗം. ചിലപ്പോൾ ജാതിയൊന്നും പറയാൻ പാടില്ല കേട്ടോ, എന്നാലും അവരായിരുന്നു എന്നാണ് പറയണത്. എന്തായാലും അവർക്കാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നായന്മാരൊക്കെയാണ് പൂജയൊക്കെ. അപ്പോൾ പൂജ തന്നെ അവിടെ ദിവസമുണ്ട്. ഇവിടെ ഗുരുതേൻ്റെ ദിവസവും തുള്ളലൊക്കെ ഉണ്ട്. അത് അവരാണ് എപ്പോഴും പറയാവംശ അവചരാണ് തുള്ളലൊക്കെ. അവിടെ നല്ല വരുമാനവും ഇതൊക്കെ അമ്പലം. അവിടെ ചെന്ന ഈ പറഞ്ഞ മാതിരി ഗുരുതിയുടെ സമയത്തും ഇതൊക്കെ ഒരു പേടിയൊക്കെ വരും ആൾക്കാർക്ക്. അതുപോലെ സന്ധ്യക്കൊക്കെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരിതാണ് അത്. പിന്നെ പണ്ട് കോടതി എന്നൊക്കെ അവിടെ കൊണ്ടുവന്ന് താഴ്ത്തൊക്കെ അവർ കൊണ്ടുവന്ന് മറ്റേ സത്യം ചെയ്യിപ്പിക്കാമെന്ന് പണ്ട്. കുറ്റം ചെയ്താൽ തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുവന്ന് പോലീസുകാരൊക്കെ ഇവിടെ വന്ന് സത്യം ചെയ്യുകയാണ്. ഭഗവതിയുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്താൽ ആ കേസിന് പിന്നെ കുഴപ്പമില്ല എന്നാണ്. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നാണ് പണ്ടത്തെ കാലഘട്ടം. ഇപ്പം പിന്നെ അതൊന്നും ഇതില്ലല്ലോ. ഇപ്പം അമ്പലം രണ്ടുപേരും ഇവിടെയും പുതുക്കി പണിതും അവിടെയും പുതുക്കി പണിതും. ഇപ്പോൾ വളരെ ഇതായിട്ട് നല്ല തിരക്കുണ്ട്. വിശ്വസിച്ച ഈ പറഞ്ഞ മാതിരി രക്ഷിക്കും, സംശയമില്ല. അടുത്ത കാര്യം ഈ നാരായണകുളങ്ങര അമ്പലത്തിലെ ഉപദേവന്മാരായിട്ട് ആരുമില്ല. ഇപ്പോൾ ഈ ഇത് കഴിഞ്ഞ പിന്നെ ഇതിൻ്റെ ഹനുമാന്റെ ഒരു ഇതുണ്ട് അവിടെ. പക്ഷേ പണ്ടത്തെ വെളിച്ചപ്പാട് ഹനുമാന്റെ ഒരു സാന്നിധ്യം പറയണ മാതിരി തോന്നി. പണ്ടത്തെ വെളിച്ചപ്പാട് ഈ അവരുടെ അദ്ദേഹത്തിന് ഹനുമാൻ സേവ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ അത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും ആ ആത്മാവ് പോയാലും ഇത് പോടില്ല. അപ്പോൾ ആ ആശ്രമങ്ങളിലെ പ്രശ്നം വരുമ്പോൾ ഇതിവിടെ തന്നെ നിൽക്കുള്ളൂ, പോയില്ല. അങ്ങനെ അവിടെ ഹനുമാനായിട്ട് പ്രതിഷ്ഠ ഉണ്ട്, ഭീമായിട്ട് പ്രതിഷ്ഠ ചെയ്യുന്നത്. പിന്നെ ഒരു അമ്പലക്കുളം ഒക്കെ ഈ നാരായണകുളങ്ങര അമ്പലത്തിലെ വിശേഷാൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഏതൊക്കെയാണ് ആണ്ടുവിശേഷം? ആണ്ടുവിശേഷം പൂരം ഒരു ദിവസം ഗംഭീര പൂരം, അതിഗംഭീര പൂരം. അതേത് മാസത്തില? മറ്റേ മകരപ്പത്തിന് ഇതിപ്പോ ആയി, മകരപ്പത്താം തീയതി മകരപ്പത്താണ്. പിന്നെ നവരാത്രി ഗംഭീരാണ്. അങ്ങനെ ഓരോ ഇതിൽ നവരാത്രി ഇതുമാണ് ഏറ്റവും എടുത്ത് പറയാന്ന്. വെടിക്കെട്ടൊക്കെ വെടിക്കെട്ടൊക്കെ പണ്ട്. ഇപ്പൊ വെടിക്കെട്ടൊക്കെ നിർത്തിയില്ലേ. മറ്റത് വെടിക്കെട്ട് കാരണം തന്നെ ദൂരെ നിന്ന് ആൾക്കാർ വണ്ടിയൊക്കെ വിളിച്ചു വരും അല്ലേ,
പൂത്താളിക്കാവും അവിടെ പോണ മാതിരി തന്നെ അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തിൽ അതിഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടുണ്ട്. താമര വീഴുന്ന വെടിക്കെട്ട് തുടങ്ങിയുള്ള ഇതൊക്കെ ഞാനുള്ളപ്പോൾ അവർക്ക് ഓർമ്മയുണ്ട്. കിടുങ്ങി പോവും. പിന്നെ ആന എഴുന്നള്ളിപ്പ്, എന്താ പൂരം തറ, അങ്ങനെ എന്താ തറ എഴുന്നള്ളിപ്പൊക്കെ, പൂതം അത് മറ്റേ ഈ അതുണ്ട് അവിടെ. ഉണ്ട് അത് താഴ്ന്ന ഇവരാ. ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല, താഴ്ന്ന ജാതിക്കാരെന്ന് പറയാൻ പാടില്ല. പക്ഷെ എന്നാലും അങ്ങനെയാണ് നടത്തി വന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നടത്തുന്നത്.